എൻ്റർടൈനറാണ്. നമ്മുടെ റഹ്മാൻ കെയുടെ മികച്ച കഥാപാത്രം ഒമർ എന്ന സംവിധായകൻ്റെ പഴയ ട്രാക്ക്, അതായത് നമ്മുടെ ഹാപ്പി വെഡിങ് ചങ്ക്സ് ഒക്കെ ചെയ്ത ആ ഒരു ഫുൾ കോമഡി, അത് ഈ ഒരു പടത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു പടത്തിലൂടെ പഴയ രീതിയിൽ തിരിച്ചെത്തി എന്നുള്ളത് സന്തോഷം. ഒമറിക്കയുടെ ഫൺ ഫാക്ടറിയിൽ ഇനിയും സ്റ്റോക്ക് ഉണ്ടെന്ന് തെളിയിക്കുന്നതാണോ? തീർച്ചയായിട്ടും. ഓരോ പടപടപടയെന്നും പറഞ്ഞാണ് ഓരോ സീനുകളും പോകുന്നത്. ഒട്ടും ലാഗില്ലാത്ത രീതിയിലാണ്. പിന്നെ നമ്മുടെ ഇവിടെ റിവ്യൂ ഒക്കെ പറയുന്ന ആറാട്ടന് അതേപോലെ അലിൻ ജോസിനെയൊക്കെ ചെറിയ സീനുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഫുള്ള് എല്ലാവർക്കും അവസരം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിന് ഇതിന് ഈ പടത്തിൽ തന്നെ പറയുന്നുണ്ട്, ആർക്കില്ലെങ്കിൽ ഒമർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ചാൻസ് കൊടുക്കാമെന്ന് പറയാം. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് അദ്ദേഹം ചാൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റഹ്മാൻ, ബാബു ആന്റണി, ഇവരുടെ ഒരു കോംബോ എങ്ങനെയുണ്ട്? ബാബു ആന്റണി ചേട്ടൻ്റെ കാര്യം പറയാൻ പറഞ്ഞത്, ബാബു ആന്റണി എന്ന് പറഞ്ഞാൽ ആവേശമാണ്. നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ ഓണത്തിന് അദ്ദേഹത്തിൻ്റെ ആ RDX പ്രകടനം കണ്ട് കൈയടിച്ച ആളുകളാണ് നമ്മൾ. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഒരു പവർഫുള്ളാണ്. തീർച്ചയായിട്ടും സംവിധായകൻ അദ്ദേഹത്തെ ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു